ഇപ്പം ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിസ്കാരം. അതായത് യു പി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വലിപ്പത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പുണ്യമാസമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാസം, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസം. അതിനകത്ത് മുസ്ലിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട മാസത്തിൽ ഈ ജുമാ നിസ്കാരം, വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ജുമാ നിസ്കാരത്തെ ചൊല്ലിയാണ് അതിന് തർക്കം വന്നിരിക്കുന്നത്. തർക്കം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹോളിയും ഈ പറയുന്ന ജുമാ നിസ്കാരവും തമ്മിലാണ് തർക്കം വന്നിരിക്കുന്നത്. അതായത് അത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച ഹോളി നടക്കുന്നത് കൊണ്ട് ജുമാ നിസ്കാരത്തിനകത്ത് യോഗിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തടയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ യോഗി അതിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ മീഡിയ വൺ പോലെയുള്ള ചാനലാണ് ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്നത്. അതിനെ ഏറ്റുപിടിക്കുന്ന പല ആൾക്കാരുണ്ട്. യഥാർത്ഥത്തില് ഈ പറയുന്ന ഇന്ത്യയിലുടനീളം അത്തരത്തിൽ ഈ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിസ്കരിക്കുന്നതിന്, ഈ നിസ്കാരം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ ഒരു കർമ്മം, 5 നേരം നിസ്കരിക്കുന്നു. ആ നിസ്കാരം അവരുടെ ഇതനുസരിച്ച് നമ്മൾ അവരുടെ മതമേലധ്യക്ഷന്മാരും നല്ല മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കും. നിസ്കാരം എവിടെയും നടത്താം. നിസ്കാരം എവിടെയും നടത്തുമെന്ന് പറഞ്ഞാൽ ആ മക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ഥലം നമുക്ക് യോഗ്യമായിടത്ത് അതിന്റെ സമയത്ത് കണ്ടുപിടിക്കാം, ശുദ്ധമായ സ്ഥലം, അല്ലെങ്കിൽ ശുദ്ധത വരുത്തി അവിടെ നിസ്കരിക്കാം. അതിന് പള്ളി വേണമെന്നോ വീട് വേണമെന്നോ ഒന്നുമില്ല. അത് മുതലാക്കിയാണ് ഈ പലരും റോഡിൽ നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നിസ്കരിക്കുന്നത്. അത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനകത്ത് ഈ വെള്ളിയാഴ്ച ഹോളി എന്ന് പറയുന്ന ആഘോഷം ഇന്ത്യയിലുടനീളം വളരെ പ്രധാനപ്പെട്ട ആഘോഷമായിട്ട് വരികയും അത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ആ ആഘോഷത്തിന് വലിപ്പം ഉണ്ടാകുകയും റോഡിൽ ഇറങ്ങി അവർ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ ഹോളി ആഘോഷത്തിന്റെ ഇടയിൽ കൂടി പോകുമ്പോൾ അവരുടെ ദേഹത്ത് ചായം തെറിക്കുന്നതിനോ അവരുടെ നിസ്കാരത്തിന് തടസ്സം വരുന്ന രീതിയിലേക്കോ ഒരു പ്രശ്നം ഉണ്ടായി അതൊരു സംഘർഷത്തിലേക്കും ഒരു വർഗീയ കലാപത്തിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അതിനകത്ത് പല ആഘോഷങ്ങൾക്കകത്തും ഈ പറയുന്ന യു പി ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ആഘോഷങ്ങൾ സുഗമമായിട്ട് നടക്കാൻ യു പി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ ഇതിനും ഒരു വ്യക്തത വരുത്തി. വെള്ളിയാഴ്ച 14-ാം തീയതി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന, അല്ലെങ്കിൽ അന്ന് ജുമ ഉള്ളത് കൊണ്ട് നിസ്കരിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ നിർബന്ധിതമാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആ ദിവസം പുണ്യമായ ഒരു ദിവസമായിട്ട് വെള്ളിയാഴ്ചകളിലെ നിസ്കാരം കാണുന്നത് കൊണ്ട്, അന്ന് ഹോളിയും ഉള്ളത് കൊണ്ട് ഈ പറയുന്ന രണ്ടും കൂടി കൂട്ടി അല്ലെങ്കിൽ ഒന്നിച്ചായി രണ്ടുപേരുടെയും ആഘോഷങ്ങൾ വ്യക്തത വരുത്തി, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നടത്താൻ പറ്റാത്ത ഉള്ള ഒരു അവസ്ഥയും, അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ പറ്റാത്ത വരുമ്പോൾ അതിനകത്ത് ചില ഛിദ്രശക്തികൾ അത് ഒരു പ്രശ്നമാക്കി ഒരു വർഗീയ കലാപം ഒക്കെ ആക്കി മാറ്റാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് കൃത്യമായ നിയമം കൊണ്ടുവന്നത്. ഇത് പലവട്ടം ഇതേ രീതിയിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിന്റെ ശ്രദ്ധ യു പിയില് ഈ പറഞ്ഞ യോഗിയുടെ കൂട്ടുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇടപെടുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, അന്ന് നിസ്കരിക്കാൻ പോകേണ്ടവർ നിസ്കരിക്കാൻ പോകട്ടെ, 2 മണി വരെ ഹോളി ആഘോഷം അവിടെ നടക്കും. ഈ സമയത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവർക്ക് പോകാം. പക്ഷേ പോകുന്നവർ ഹോളിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ ചായമോ വെള്ളമോ അവരുടെ ദേഹത്ത് വീണാൽ അതൊരു പ്രശ്നമാക്കാനോ ഒരു പ്രശ്നം ഉരുത്തിരിക്കാനോ അതിന്റെ പുറകിൽ ഒരു സംഘർഷം ഉണ്ടാവാനോ ഇടയാകുന്ന ഒരവസ്ഥ വന്നാൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിന് പിന്നെയും വ്യക്തത വരുത്തിയിട്ടുണ്ട്. 2 മണി വരെ ഉള്ളൂ ഹോളി. 2 മണിക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാകും. ആ സമയത്ത് ഹോളി ആഘോഷം നിർത്തി അവരുടെ നിസ്കാരത്തിന് തടസ്സം വരുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അതിനകത്ത് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് 2017 ഈ യു പിയിൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ആ രാജ്യത്ത് ഏറ്റവും മുഖ്യമായിട്ട് നേരിടേണ്ടി വന്ന 2 വെല്ലുവിളികളാണ്. ഒന്ന് മാഫിയ സംഘത്തിന്റെ വെല്ലുവിളി, 2 ഇതുപോലെ മതമൗല്യവാദികളുടെ വെല്ലുവിളി, അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വെല്ലുവിളി. അതിന് യോഗി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ ആഘോഷങ്ങൾ, അത് ഹിന്ദുവിന്റെ ആയാലും കൊള്ളാം, മുസ്ലിമിന്റെ ആയാലും കൊള്ളാം, ക്രിസ്ത്യാനികളുടെ ആയാലും കൊള്ളാം, ആ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറ്റു മതങ്ങളുടെ ഭാഗത്തു നിന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹോളി നടക്കുമ്പോൾ ഹോളിയുടെ ആഘോഷം, അല്ലെങ്കിൽ ദുർഗാപൂജ നടക്കുക, അല്ലെങ്കിൽ ഗണേശോത്സവം നടക്കുക, ഇതിന്റെ ആഘോഷത്തിന്റെ റാലികളും മറ്റും കടന്നു പോകുന്ന ഭാഗത്തുള്ള ഈ പറയുന്ന മസ്ജിദിന്റെ ഭാരവാഹികളെ വിളിക്കും, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കും. ഇതുപോലെ ഇന്ന ദിവസം ഹിന്ദുക്കളുടെ ഇതുപോലെ ദുർഗാപൂജ വരുന്നുണ്ട്, അല്ലെ ഗണേശ ഉത്സവത്തിന്റെ ബന്ധപ്പെട്ട റാലി വരുന്നുണ്ട്, നിങ്ങളുടെ ഭാരവാഹികൾ ആരൊക്കെയാണ്,
ഇന്ന പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ്, ഭാരവാഹികളുടെ പേര്, വിവരം, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം മേടിക്കും. എന്നിട്ട് പറയും ഇതിനകത്തു നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഇതിലെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ ഈ പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. പൊതുമുതൽ നശിപ്പിച്ചാൽ നിങ്ങളുടെ പേരിൽ കേസുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരുടെ ബുദ്ധിമുട്ടുണ്ടായാൽ കേസുണ്ടാവും. അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ആഘോഷം വരുമ്പോൾ ഹിന്ദു അതിന്റെ റാലി കടന്നു പോകുന്നിടത്ത് ഹിന്ദു അമ്പലങ്ങളിൽ വിളിക്കാറുണ്ട്, അവിടുത്തെ ഭാരവാഹികളെ വിളിക്കാറുണ്ട്, അവരുടെ അടുത്ത് ഇതേ നിലപാട് തന്നെ യോഗി എടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നേരത്തെ ഉണ്ടാവുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ആഘോഷങ്ങളുടെ മറവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഈ മാഫിയ ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന മതമൗല്യമാലികളുടെ ഒക്കെ കാര്യങ്ങൾ പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഹോളിക്കിടയിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇത് നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്, വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ ഹോളിയുടെ മറവിൽ ഒരു പ്രശ്നം പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരാഘോഷത്തിന്റെ മറവിൽ ഒരു പ്രശ്നം പറ്റത്തില്ല, ഒരു വർഗീയ കലാപവും പറ്റത്തില്ല. വളരെ കൃത്യതയോടുകൂടി എല്ലാവരും ഒരേ രീതിയിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ആരും ഒരു മതത്തിന്റെ പേരിലും ഒരു മുതലെടുപ്പും അല്ലെങ്കിൽ രാജ്യത്തൊരു പ്രശ്നവും ഉണ്ടാക്കാൻ ഇവിടെ അനുവദിക്കുന്നില്ല. അതേ രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് യോഗി. നമുക്കറിയാമല്ലോ, യോഗി പല കെട്ടിടങ്ങളും പൊളിക്കാറുണ്ട്. ആദ്യം പൊളിച്ചാര്? അവിടുത്തെ മാഫിയയുടെ ഈ മാഫിയ തലവന്മാരെ ഒതുക്കുന്നതിന്റെ ഭാഗമായി അവർ കൈവശം വെച്ചിരുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങൾ പിടിച്ചെടുത്തു. അല്ലാതെ ആരുടെയും പുരയിടം പിടിച്ചെടുത്തില്ലല്ലോ. ഈ പുറകിൽ നിന്ന് പറയുന്ന ആൾക്കാർ പലവട്ടം കോടതിയിൽ പോയല്ലോ. കോടതിയിൽ ചെന്നപ്പോൾ ഇത് ഗവൺമെന്റ് സ്ഥലമാണ്, ഇവന്റെ അല്ലെങ്കിൽ ആ മാഫിയയുടെ സ്വാധീനം വെച്ചിട്ട് അത് അവരുടെ കയ്യിൽ വെച്ചിരുന്നാണ് തിരിച്ചു പിടിച്ചെന്നാണല്ലോ പറയുന്നത്. പള്ളികൾ പൊളിച്ചല്ലോ, RSS കാര്യാലയങ്ങൾ പൊളിച്ചല്ലോ, RSSന്റെ കെട്ടിടങ്ങൾ പൊളിച്ചല്ലോ, അനധികൃതമായിട്ട് കെട്ടിവെച്ചിരുന്നത് അമ്പലങ്ങൾ പൊളിച്ചല്ലോ. അപ്പം ഇതിനകത്ത് അനധികൃതമായിട്ട് ഭൂമി ആര് കയ്യേറി വെച്ചാലും അല്ലെങ്കിൽ അനധികൃതമായിട്ട് ആര് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ നിയമത്തെ പാലിക്കാത്ത ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ മുസ്ലിം ആയാലും എല്ലാവർക്കും അവിടെ ഒരേ നിയമമേ ഉള്ളൂ. അത് അവിടെ 10,3500ഓളം ജാതി ഉപജാതിയും ഉള്ള ഇന്ത്യയിലെ ഒരു വളരെ വലിയ സംസ്ഥാനമാണ്. ഇത്തരത്തിൽ മതമൂല്യമാളുകൾ മുതലെടുപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ മതസ്പർദ്ധയും സംഘർഷങ്ങളും ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ്. യോഗി വന്നതിന് ശേഷം ഇതിന് അനുവദിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല, അത് ഉരുത്തിരിക്കുന്ന ഒരു സാഹചര്യമില്ല. അദ്ദേഹം ഇവരുടെ ഒന്നും ഭാഗമല്ല, മൊത്തം ആൾക്കാരുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് യോഗി വേണമോ അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചൊരു സർവേ നടത്തുമ്പോൾ അവിടുത്തെ ജാതിമത ഭേദമേ എല്ലാവരും പറയുന്നത് ഇവിടെ യോഗി വേണം, ഇവിടെ യോഗി മതി, യോഗിക്ക്. അതുകൊണ്ടാണ് 87-85% ഒക്കെ സർവേയിൽ ഇനിയത്തെ മുഖ്യമന്ത്രിയും യോഗി മതി എന്ന് പറയുന്നത്. ഏതായാലും നിസ്കാരത്തിനും കുഴപ്പമില്ല, ഹോളിക്കും കുഴപ്പം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കുന്ന അടുപ്പുകൂട്ടി ചർച്ചകൾക്കാർക്ക് മാത്രമാണ് പ്രശ്നം. അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കട്ടെ.